അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് നബി സോഷ്യലിസ്റ്റ് ആണ് എന്ന് ചിലർ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. മുഹമ്മദ് നബി ഇസ്ലാമിന്റെ പ്രവാചകനാണ്. ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ബൗദ്ധനെ, ജൂതനെ, ജൈനനെ, ഈശ്വര വിശ്വാസിയെ, നിരീശ്വരവാദിയെ എല്ലാം പടച്ച, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എല്ലാം പടച്ച ഈ സൃഷ്ടാവിന്റെ അന്തിമദൂതനാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഒട്ടേറെ നബിമാര് വന്നു. അവരെല്ലാം അടിസ്ഥാനപരമായ ഒരു കാര്യം പറഞ്ഞു. അതെന്താണ്? ഏക ദൈവവിശ്വാസമാണ്. ഒരു മൊട്ടുസൂചി ആരും ഉണ്ടാക്കാതെ താനേ ഉണ്ടാവുകയില്ലെങ്കിൽ ഈ മഹാപ്രപഞ്ചം താനേ ഉണ്ടാവുകയില്ല. എങ്കിൽ ഈ വെള്ളത്തിന്റെ സൃഷ്ടാവാരാണ്? മണൽത്തരികളുടെ സൃഷ്ടാവാരാണ്? ഈ അണ്ടകടാഹത്തിന്റെ സൃഷ്ടാവാരാണ്? ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന് അറബി ഭാഷയിൽ പറയുന്ന പേരാണ് അള്ളാഹു. ബിംബമില്ലാത്ത, ജാറമില്ലാത്ത, ചിത്രമില്ലാത്ത, പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ അല്ലാത്ത, മണ്ഡപത്തിലും ശ്രീകോവിലും അൾത്താരയിലും പ്രതിഷ്ഠയിലും ഒന്നും ഒതുങ്ങാത്ത ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. ആ സൃഷ്ടാവിനെ അംഗീകരിക്കണം, ആദരിക്കണം, അവനെ ആരാധിക്കണം, അവനോട് പ്രാർത്ഥിക്കണം, അവനോട് മാത്രം ഇസ്തിഗാസ ചെയ്യണം. ഇതാണ് മതത്തിന്റെ കാതൽ. ഇതാണോ സോഷ്യലിസം? സോഷ്യലിസം ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഈ മനുഷ്യൻ ഇവിടെ ചെയ്യുന്ന എല്ലാ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾക്ക് ഒരു വിചാരണയുണ്ട്. അത് ഇവിടെ നടക്കുകയില്ല. പോലീസ് സ്റ്റേഷൻ മുതൽ സുപ്രീം കോടതി വരെയും ലോകക്കോടതി വരെയും നടക്കുകയില്ല. അതുകൊണ്ട് മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അവിടെ സെമിത്തേരിയിൽ, ശവപ്പറമ്പിൽ, ചുടലക്കളത്തിൽ, ഖബറിസ്ഥാനിൽ കിടക്കുന്ന സകല ആളുകളെയും വിളിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച് വിചാരണ നടത്തും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. പരലോകമുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. ആ പരലോകത്ത് സ്വർഗമുണ്ട്, നരകമുണ്ട്. നരകം ലഭിക്കാതിരിക്കണമെങ്കിൽ, സ്വർഗം ലഭിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അയച്ച നബിമാരെ അംഗീകരിച്ച് അവര് നൽകുന്ന ഉപദേശം സ്വീകരിക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസക്തി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്ത് ആര് പ്രശംസിക്കുന്നുണ്ടെങ്കിലും അതിന്റെ കാതലായ വിഷയം പരലോകത്തിന് വേണ്ടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നതാണ്. ഇഹലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട്, ആളുകളുടെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട്, അവരുടെ ബഹുമതി ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അതിന് പരലോകത്ത് ശിക്ഷയാണുള്ളത് എന്നാണ്. ആ അടിസ്ഥാനത്തിൽ സോഷ്യലിസം ആണോ മുഹമ്മദ് നബി പറഞ്ഞത്? എല്ലാ സ്വത്തും സർക്കാരിൻ്റെതാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല. സ്വകാര്യ സ്വത്ത് അംഗീകരിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ഖുർആനും അങ്ങനെയാണ് പറഞ്ഞത്. എന്താണ് സോഷ്യലിസത്തിന്റെ പിതാവായ മാർക്സ് പറഞ്ഞത്? ദൈവവിശ്വാസമാണോ? അല്ല, ദൈവനിഷേധമാണ്, പരലോക നിഷേധമാണ്, മതനിഷേധമാണ്. എന്താണ് ചിന്താവാരികയിൽ EMS എഴുതിയത്? ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ ഓരോരുത്തരും ജോലിയിൽ ഏർപ്പെടുക, ദാമ്പത്യത്തിൽ ഏർപ്പെടുക, ഇഷ്ടമുള്ള കാലത്തോളം. ഇഷ്ടമില്ലാതെ വന്ന തലാക്ക് ചെല്ലുക, വിവാഹമോചനം ചെയ്യുക, ഇഷ്ടമുള്ള വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക. ഇതിനാണ് സോഷ്യലിസം പ്രവർത്തിക്കുന്നത് എന്ന്. അങ്ങനെയാണോ ഇസ്ലാം പറഞ്ഞത്? അല്ല. വിവാഹത്തിനും വിവാഹമോചനത്തിനും പുനർവിവാഹത്തിനുമൊക്കെ ഒരുപാട് ഘട്ടങ്ങളും ഘടകങ്ങളും ഉണ്ട്. അപ്പോ മുഹമ്മദ് നബി സോഷ്യലിസ്റ്റ് ആണോ? സ്വകാര്യ സ്വത്ത് എന്നൊന്നില്ല എന്ന് സോഷ്യലിസം പറയുന്നു. ആ നിലക്കാണ് കുടുംബത്തെ ഇല്ലാതാക്കുക എന്ന പൈശാചികമായ, മൃഗീയമല്ല, പൈശാചികമായ ആശയം സോഷ്യലിസം മുന്നോട്ട് വെച്ചു. അപ്പോ എന്റെ ഭാര്യ, അവന്റെ ഭാര്യ, അവളുടെ ഭാര്യ എന്നൊന്നില്ല. കുടുംബത്തെ ഇല്ലാതാക്കുക സോഷ്യലിസം പഠിപ്പിച്ചൊരു കാര്യമാണ്. അതാണോ മുഹമ്മദ് നബി പറഞ്ഞത്? അല്ല, കുടുംബമായി ജീവിക്കാനാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയെ സോഷ്യലിസ്റ്റ് ആക്കിയിട്ട് വേണ്ട. പിന്നെയോ സോഷ്യലിസത്തിന്റെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ലോകത്തോട് പറയൂ. മുഹമ്മദ് നബി മുസ്ലിമാണ്. ഇസ്ലാം സോഷ്യലിസത്തിന് അനുകൂലമാണെങ്കിൽ മുഹമ്മദ് നബി മുസ്ലിമാന്ന് പറഞ്ഞാൽ തന്നെ മതിയല്ലോ. ദൈവവിശ്വാസമുണ്ടോ സോഷ്യലിസത്തിന്? പരലോകബോധമുണ്ടോ സോഷ്യലിസത്തിന്? 5 നേരത്തെ നിസ്കാരം നിർവഹിക്കണം. ഒരൊറ്റ നേരത്തെ നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കിയാൽ
ഇസ്ലാമിക സൊസൈറ്റിയിൽ നിന്ന് അവൻ പുറത്താണ്. സോഷ്യലിസത്തിൽ നിസ്കാരമുണ്ടോ? നിസ്കാരം നിർബന്ധമാണോ? സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, സൽക്കർമ്മങ്ങൾ, സുഹൃത്തങ്ങൾ എല്ലാം നിർവഹിക്കണം. അതുകൊണ്ട് നമുക്ക് ആട്ടിനെ പട്ടിയാക്കേണ്ട ആവശ്യവുമില്ല. പശുവിനെ വർണ്ണിക്കാൻ വേണ്ടി നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേർക്കുനേരെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. അതുകൊണ്ട് മുഹമ്മദ് നബി ഇസ്ലാമിന്റെ പ്രവാചകനാണ്. സോഷ്യലിസം ഇസ്ലാമിന് വിരുദ്ധമാണ്, ഇസ്ലാം സോഷ്യലിസത്തിന് വിരുദ്ധമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാൽ സത്യത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. എല്ലാവരെയും ഏകദൈവ വിശ്വാസത്തിലേക്കും പരലോകബോധത്തിലേക്കും മുഹമ്മദ് നബി വരെയുള്ള എല്ലാ നബിമാരിലുമുള്ള വിശ്വാസത്തിലേക്കും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.